നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഏത് വെല്ലുവിളിയും നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രം. ഊർജ്ജ പ്രതിസന്ധിയില്ല. സമാധാനത്തിനായി നയതന്ത്ര തലത്തിൽ ഇടപെടൽ നടത്തിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സർവകക്ഷി യോഗത്തിൽ. US സമാധാന പദ്ധതി തള്ളി ഇറാൻ. 5 നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. UAEയിൽ കനത്ത മഴയും കാറ്റും. രാജ്യത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട്. ഗതാഗതം താറുമാറായി. മറ്റന്നാൾ വരെ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പട്ടികയിലെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 985 സ്ഥാനാർത്ഥികൾ. 269 സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെ. സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ചർച്ചയും. UDF അധികാരത്തിലെത്തിയാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായേക്കുമെന്ന് PJ കുര്യൻ. തെരഞ്ഞെടുപ്പാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി ചർച്ച നടക്കുന്നില്ലെന്നും VD സതീശനും KC വേണുഗോപാലും. കോഴിക്കോട് UDFന്റെ മഹാറാലി ഓൺലൈനായി പങ്കെടുത്തു രാഹുൽ ഗാന്ധി. കേരളത്തിൽ മത്സരം LDF BJP സഖ്യവും UDFും തമ്മിലെന്ന് രാഹുൽ. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി U പ്രതിഭയ്ക്കെതിരെ UDF നേതാവ് ഇർഷാദ് ചക്കാലശ്ശേരിയുടെ പരാമർശം വിവാദത്തിൽ. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് U പ്രതിഭ. സ്ത്രീ സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്ന പരാമർശമെന്ന് വൈകാരികമായി പ്രതികരണം. ഖേദം പ്രകടിപ്പിച്ച് ഇർഷാദ് ചക്കാലശ്ശേരി. ഇർഷാദിനെ UDF നിയോജക മണ്ഡലം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി. സഭാ തർക്കത്തിൽ പരിഹാര സാധ്യത. ഓർത്തഡോക്സ് സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് യാക്കോബായ സഭ. സഹോദരങ്ങളെ പോലെ ജീവിക്കാമെന്ന ആഹ്വാനം. തെരഞ്ഞെടുപ്പിൽ മനസാക്ഷിക്കനുസരിച്ച് വിശ്വാസികൾക്ക് വോട്ട് ചെയ്യാമെന്നും കാതോലിക്ക ബാവ. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഏത് വെല്ലുവിളിയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ഊർജ്ജ പ്രതിസന്ധിയില്ല. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനത്തിനായി ഇന്ത്യ നയതന്ത്ര തലത്തിൽ ഇടപെടൽ നടത്തി. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ച നിലപാടുകളും പ്രതിരോധ തയ്യാറെടുപ്പുകളും ഉൾപ്പെടെ സർവകക്ഷി യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. സംഘർഷവുമായി ബന്ധപ്പെട്ടുയരുന്ന ഏത് വെല്ലുവിളിയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചു. നിലവിൽ ഊർജ്ജ പ്രതിസന്ധിയില്ല. LPG വിതരണത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും 5 ചരക്ക് കപ്പലുകൾ കൂടി അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യൻ തീരത്തെത്തുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സംഘർഷം കേന്ദ്ര സർക്കാരും എംബസികളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. പ്രവാസികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുമെന്നും വിദേശകാര്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു. തൃണമൂൽ കോൺഗ്രസ് ഒഴികെ എല്ലാ പാർട്ടി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തതായി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിട്ടുണ്ടെന്നും എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. पश्चिम एशिया में जो संकट है उसके बारे में जानकारी दिया. आदरणीय प्रधानमंत्री नरेंद्र मोदी जी की इच्छा से हम लोगों ने ऑल पार्टी मीटिंग बुलाया है और मैं सभी पार्टी के नेताओं को ധന്യവാദ് ദേനാ ചാഹത്താ ഹൂം. യുദ്ധം നടക്കുന്ന മേഖലയിൽ നിന്നായി 4 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഇതിനോടകം സുരക്ഷിതമായി തിരിച്ചെത്തി. ഹോർമൂസ് കടലിടുക്ക് വഴി കൂടുതൽ ചരക്ക് കപ്പലുകൾ എത്തിക്കാനും ശ്രമം തുടരുകയാണ്. ചരക്ക് കപ്പലുകൾ എത്തിക്കുന്നതിന് ഇന്ത്യ ആർക്കും പണം നൽകിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സംഘർഷവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിലും ലോക്സഭയിലും പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയതിന് പിറകെയാണ് സർവകക്ഷി യോഗം ചേർന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അതേസമയം US സമാധാന പദ്ധതി ഇറാൻ തള്ളി. 5 നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി അമിത വ്യവസ്ഥകൾ നിറഞ്ഞതാണെന്ന് ആരോപിച്ചാണ് ഇറാൻ തള്ളിയത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 5 പ്രധാന നിബന്ധനകളാണ് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ മുന്നോട്ട് വെച്ചത്. എല്ലാ മുന്നണികളിലുമുള്ള പോരാട്ടം അവസാനിപ്പിക്കുക, യുദ്ധനഷ്ടപരിഹാരം നൽകുക എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ US നൽകിയ 15 നിർദ്ദേശങ്ങൾ അടങ്ങിയ പാക്കേജിനോടാണ് ഇറാന്റെ പ്രതികരണം. ഇറാൻ അവരുടെ ആണവ നിലയങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് പകരമായി ഉപരോധ
പ്രതിരോധങ്ങൾ നീക്കം ചെയ്യാമെന്നതായിരുന്നു അമേരിക്കൻ പദ്ധതി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് മേഖലയിലേക്ക് US കരസേനയെ വിന്യസിച്ചതായി പെന്റഗൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ സേനയെ കൃത്യമായി എവിടെയാണ് വിന്യസിച്ചതെന്ന് വെളിപ്പെടുത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ 2 വീടുകളുടെ ടെറസുകളിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു. സൗദി വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത മിസൈലുകളാണ് വീടുകൾക്കുമേൽ പതിച്ചത്. ഇതിൽ ഒന്ന് നിർമ്മാണത്തിലിരിക്കുന്ന ആൾതാമസമില്ലാത്ത വീടാണ്. 2 വീടുകൾക്കും ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കില്ല. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ഡിപ്പോ ലക്ഷ്യമാക്കി ഇന്ന് പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ഡിപ്പോയിൽ വൻ തീപിടുത്തമുണ്ടായി. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാമ്പത്തിക നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പ്രാഥമിക വിവരങ്ങളെന്ന് ഔദ്യോഗിക വക്താവ് അബ്ദുള്ള അൽ രാജി വ്യക്തമാക്കി. ആക്രമണത്തിന് പിന്നാലെ വിമാനത്താവളത്തിൽ അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു. പ്രദേശം പൂർണ്ണമായും സുരക്ഷിതമാക്കാനും എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കൃത്യമായി വിലയിരുത്താനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു. UAEയിൽ കനത്ത മഴയും കാറ്റും തുടരുകയാണ്. രാജ്യത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായതോടെ ഗതാഗതവും താറുമാറായി. അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച വരെ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. UAEയിൽ കനത്ത മഴയും ശക്തമായ കാറ്റും തുടരുകയാണ്. അബുദാബി, അലൈൻ, ദുബായ്, ഷാർജ, ഉമുൽഖൈൻ തുടങ്ങി മിക്ക എമിറേറ്റുകളിലും ശക്തമായ മഴയാണ് ലഭിച്ചത്. എല്ലാ എമിറേറ്റുകളിലും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് വിവിധ ജാഗ്രതാ നിർദ്ദേശങ്ങളും അധികൃതർ പുറപ്പെടുവിച്ചു. ഷാർജയിലും ഉമുൽഖൈനിലും അതിശക്തമായ കാറ്റും മഴയ്ക്കൊപ്പമുണ്ടായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് മിക്കയിടങ്ങളിലും പെയ്തത്. തൊഴിലിടങ്ങളിലും തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിലും ആവശ്യത്തിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാഴ്ചപരിധിയിൽ ഗണ്യമായ കുറവുണ്ടാകും എന്നതിനാൽ വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണം. അസ്ഥിര കാലാവസ്ഥ വിമാന സർവീസുകളെ ബാധിക്കുമെന്നതിനാൽ വിമാന കമ്പനികളുടെ അപ്ഡേറ്റുകൾ പിന്തുടരണമെന്ന് ഷാർജ എയർപോർട്ട് നിർദ്ദേശം നൽകി. സുരക്ഷയുടെ ഭാഗമായി അബുദാബിയിൽ വിവിധ റോഡുകളിൽ വേഗപരിധിയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വടക്ക് കിഴക്ക് പ്രദേശങ്ങളിൽ ചിലയിടത്ത് മിന്നൽ പ്രളയ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. ഇടിമിന്നൽ ഉണ്ടാകുമെന്നതിനാൽ തുറസായ സ്ഥലങ്ങളും ഉയരം കൂടിയ സ്ഥലങ്ങളും ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ അതിതീവ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ്. രാജ്യത്ത് വരും മണിക്കൂറുകളിൽ കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പൊതുജനങ്ങൾ വീട്ടിൽ തന്നെ തുടരണമെന്നും അത്യാവശ്യമില്ലെങ്കിൽ പുറത്തു പോകരുതെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. അടിയന്തര സാഹചര്യങ്ങളിൽ 112 എന്ന നമ്പറിൽ വിളിക്കണമെന്നും സെന്റർ ഓഫ് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. കനത്ത മഴ തുടരുന്നതിനാൽ ഷാർജയിൽ പാർക്കിംഗ് സൗജന്യമാക്കി. പൊതു ഇടങ്ങളിൽ പാർക്കിങ്ങിന് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഫീസ് ഈടാക്കില്ലെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു. നീല നിറത്തിലുള്ള പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള ഇടങ്ങളിലും ഇളവ് ബാധകമാണ്. എന്നാൽ സ്മാർട്ട് പാർക്കിംഗ് യാർഡുകളിൽ സാധാരണ നിരക്ക് ഈടാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അവസാനിച്ചു. സംസ്ഥാനത്ത് 985 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. സ്ഥാനാർത്ഥിത്വം നാളെ കൂടി പിൻവലിക്കാം. നാളെയോടെ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം വ്യക്തമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അവസാനിക്കുമ്പോൾ നിലവിൽ മത്സരരംഗത്തുള്ളത് 985 സ്ഥാനാർത്ഥികളാണ്. 140 മണ്ഡലങ്ങളിലായി 1252 പേരാണ് പത്രിക നൽകിയത്. ഇതിൽ 269 സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കൊടുവള്ളി മണ്ഡലത്തിലാണ്. നാളെയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം. നാളെ വൈകുന്നേരം 5 മണിയോടെ പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയും. ഡമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നിലവിൽ പത്രിക പിൻവലിച്ചു തുടങ്ങിയിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും പ്രമുഖ മുന്നണികൾക്ക് വിമത സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. ഇവരെ നാളേക്കകം അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണിയും നേതാക്കളും. 2021 സംസ്ഥാനത്ത് 957 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UDF അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. തിരുവല്ലയിൽ UDF നിയോജക മണ്ഡലം കൺവെൻഷനിൽ രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു PJ കുര്യന്റെ പരാമർശം. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്ന കാര്യത്തിൽ തനിക്ക് സംശയമില്ലെന്നും PJ കുര്യൻ പറഞ്ഞു. കേരളത്തിന് എന്തായാലും മെയ് 9 നമ്മൾ ജയിക്കും.
നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. അല്ല, എനിക്ക് അറിയില്ല. ചിലപ്പോ രമേശ് പറയുന്നത് പാർട്ടിയാ തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ രമേശിന്റെ വലത്ത് പരീക്ഷ ഇരിക്കുന്നത് പോലെ. എന്നാൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തെരഞ്ഞെടുപ്പാണ് മുഖ്യമെന്നും UDF ജയിച്ചാൽ ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നും വി ഡി സതീശൻ പറഞ്ഞു. അതൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവർ ഒരു ചർച്ചയും കോൺഗ്രസിലില്ല, ഒരു ചർച്ചയില്ല. കാരണം മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ കൃത്യമായ ധാരണയുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന കെ സുധാകരന്റെ പ്രസ്താവനയിൽ പ്രതികരണവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അത് സുധാകരന്റെ അഭിപ്രായമാണ്. അഭിപ്രായം പറയാൻ പറ്റുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറയുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്നും KC വേണുഗോപാൽ പറഞ്ഞു. അത് നല്ല കാര്യം. സുധാകരന്റെ നല്ല അഭിപ്രായം. സുധാകരന്റെ പറയാനുള്ള അവകാശം സുധാകരനുണ്ട്. അക്കാര്യത്തേക്കൊന്നും ഡിസ്ട്രാക്ട് ചെയ്യേണ്ട രണ്ട് പ്രധാന വിഷയങ്ങളാണ് ഇപ്പോൾ. ഒന്ന് ബാർ അഴിമതി, അതുപോലെ തന്നെ ഏറ്റവും വലിയ മറ്റൊരു തെരഞ്ഞെടുപ്പ് വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള അഫിഡവിറ്റ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ താങ്കൾ ശ്രമിക്കുകയാണ്. ഞാൻ അതിൽ വീഴുന്നില്ല ഇപ്പൊ തൽക്കാലം. ഇന്ദിരാ ഗ്യാരണ്ടി ബസ്സുമായി UDF. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളുമായി UDF പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. LDF BJP സഖ്യവും UDFും തമ്മിലാണ് കേരളത്തിൽ മത്സരമെന്ന് രാഹുൽ ഗാന്ധി. മുഖ്യമന്ത്രിക്കെതിരെയുള്ള അഴിമതി കേസുകൾ പോലും എങ്ങും എത്താത്തത് ഇതിന്റെ തെളിവാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോഴിക്കോട്ടെ UDF മഹാറാലിയിൽ പങ്കെടുത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. പുതുയുഗ കേരളത്തിന് ഇന്ദിരാ ഗ്യാരണ്ടി ബസ്സുമായാണ് UDF ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. കർണാടക, തെലുങ്കാന എന്നിവിടങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതികളുടെ ചുവട് പിടിച്ചാണ് വാഗ്ദാനങ്ങൾ അത്രയും. സോണിയാഗാന്ധിയുടെ അസുഖത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി നേരിട്ട് കോഴിക്കോട്ടെ മഹാറാലിയിൽ എത്തിയില്ലെങ്കിലും ഓൺലൈനായി എത്തി വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചു. The first guarantee, all women in Kerala will be able to travel for free on Kerala state buses. College going girls will receive 1,000 rupees a month as financial support. We are going to increase welfare pension to rupees 3,000. Going to inaugurate the Omen Chandy health insurance scheme with coverage of rupees 25 lakhs per family. And for young people of Kerala who want to start a business, we are going to give an interest-free loan of up to rupees 5 lakhs. LDF BJP സഖ്യത്തിനെതിരായ പോരാട്ടമാണ് UDF നടത്തുന്നതെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആഞ്ഞടിച്ചു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള അഴിമതി കേസുകൾ എവിടെയും എത്താത്തത് ഇതിന്റെ ഉദാഹരണമാണ് എന്ന് രാഹുൽ ഗാന്ധി. ശബരിമല സ്വർണ്ണക്കൊള്ളയുൾപ്പെടെ പരാമർശിച്ച രാഹുൽ ഗാന്ധി യുവാക്കളെയും സ്ത്രീകളെയും ആകർഷിക്കുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ കോഴിക്കോട്ടെ മഹാറാലിയുടെ വേദിയിലെത്തിയത്. CPM BJP രഹസ്യധാരണയെ CJP എന്ന് അദ്ദേഹം പരിഹസിച്ചു. People here say that there is a secret understanding between CPIM and BJP in Kerala and it has a name, Communist Janata Party. ഇമ്രാൻ പ്രതാപ് ഗാർഗി, KC വേണുഗോപാൽ, സാദിഖ് അലി തങ്ങൾ, VD സതീശൻ, K സുധാകരൻ എന്നിവരെ കൂടാതെ വടക്കൻ കേരളത്തിലെ സ്ഥാനാർത്ഥികളും നേതാക്കളും മഹാറാലിയുടെ വേദിയിലെത്തി. ഇന്ദിരാ ഗ്യാരണ്ടി ബസ്സുമായി കളം നിറയാനാണ് UDF ക്യാമ്പിന്റെ തീരുമാനം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയെ ഡൽഹിയിലെ സർ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെഞ്ചുവേദനയും ശ്വാസതടസ്സവും കാരണം ഇന്ന് പുലർച്ചെയാണ് സോണിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആശുപത്രിയിലെത്തി. 79-കാരിയായ സോണിയാഗാന്ധി നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP ആണ്.
കായംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭ MLA-ക്കെതിരെ സ്ത്രീവിരുദ്ധ അധിക്ഷേപ പ്രസ്താവന നടത്തിയ ഇർഷാദ് ചക്കാലശ്ശേരിക്കെതിരെ നടപടിയെടുത്ത് UDF-ഉം മുസ്ലിം ലീഗും. ഇർഷാദിനെ കായംകുളം നിയോജക മണ്ഡലം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് UDF നീക്കി. ഒപ്പം അന്വേഷണ വിധേയമായി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതേസമയം പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശം വിവാദമായതിന് പിന്നാലെ ഇർഷാദ് ചക്കാലശ്ശേരി ഖേദം പ്രകടിപ്പിച്ചു. തന്റെ പ്രസ്താവന സ്ത്രീവിരുദ്ധമായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും ആർക്കെങ്കിലും വിഷമമുണ്ടായെങ്കിൽ നിർവാജ്യം ക്ഷമ ചോദിക്കുന്നുവെന്നും ഇർഷാദ് പറഞ്ഞത്. എന്നാൽ പരാതിയുമായി മുന്നോട്ടു പോകാനാണ് യു പ്രതിഭയുടെ തീരുമാനം. യു പ്രതിഭയ്ക്കെതിരായ കോൺഗ്രസ് നേതാവിന്റെ പരാമർശം സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്രമണമെന്ന് മന്ത്രി P. രാജീവ്. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുമ്പോൾ അവർക്കെതിരായി നടത്തുന്ന ആക്ഷേപങ്ങൾ പ്രാകൃതമാണ്. കേരളം പോലുള്ള സ്ഥലത്ത് പ്രാകൃതമായ കാലത്താണ് UDF പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരം പരാമർശങ്ങൾ. കേരള സമൂഹം ഒറ്റക്കെട്ടായി UDF-ന്റെ സമീപനത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും P. രാജീവ് പറഞ്ഞു. അവിടുത്തെ നേതൃത്വം നടത്തിയിട്ടുള്ള പരാമർശം അത് ഒരു സ്ഥാനാർത്ഥി MLA സ്ത്രീകൾക്കെതിരെയുള്ള ആകെയുള്ള കടന്നാക്രമണമായിട്ട് വേണം കാണാനായിട്ട്. സ്ത്രീകൾ ഏതെങ്കിലും പൊതുരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ആകെ അധിക്ഷേപിക്കുക, അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുക, സ്ത്രീത്വത്തിനെതിരെയുള്ള കടന്നാക്രമണം നടത്തുക, അത് അങ്ങേറ്റം അപലപനീയമാണ്. നമ്മുടെ കേരളം പോലുള്ള സമൂഹത്തിൽ എത്രമാത്രം പ്രാകൃതമായ ഒരു യുഗത്തിലാണ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് UDF പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഇത് കാണേണ്ടത്. ഇറാന്റെ ആക്രമണ ശ്രമത്തിന്റെ ഭാഗമായി 9 ഡ്രോണുകളെ ഇന്ന് നേരിട്ടുവെന്ന് UAE പ്രതിരോധ മന്ത്രാലയം. ഫെബ്രുവരി 28 മുതൽ ഇന്ന് വരെ 1815 ഡ്രോണുകളും 15 ക്രൂയിസ് മിസൈലുകളും 357 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് UAE ലക്ഷ്യമാക്കി ഇറാൻ അയച്ചത്. ആക്രമണ ശ്രമങ്ങളുടെ ഭാഗമായി 3 സൈനികർ ഉൾപ്പെടെ 9 പേരാണ് മരിച്ചത്. വിവിധ രാജ്യക്കാരായ 166 പേർക്ക് പരിക്കേറ്റുവെന്നും UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. UAE-യും സൗദി അറേബ്യയും സംയുക്തമായി കര-കടൽ പാതകൾ സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ വ്യാപാര ഇടനാഴി പ്രഖ്യാപിച്ചു. UAE-ലെ ഷാർജയിൽ നിന്നും സൗദി അറേബ്യയിലെ ദമാം വരെ നീളുന്നതാണ് പുതിയ ഇടനാഴി. ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ സമാന്തര പാത കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും ചരക്ക് ഗതാഗതത്തിന് സഹായിക്കും. പരമ്പരാഗത മാർഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് നീക്കത്തിന് പുതിയ ഇടനാഴി ഉപയോഗിക്കും. ഷാർജയിലെ കോർഫക്കാൻ ഉൾപ്പെടുന്ന കടൽപാതയും കരമാർഗവും ഉൾപ്പെടുന്നതാണ് പുതിയ വ്യാപാര ഇടനാഴി. സൗദിയിൽ ഉംറ സന്ദർശന വിസകളിലെത്തി പുതുക്കാൻ കഴിയാത്തവർക്ക് ഏപ്രിൽ 18 വരെ പുതുക്കി നൽകുമെന്നും ഈ കാലയളവിനുള്ളിൽ അവർ രാജ്യം വിടണമെന്നും സൗദി ആഭ്യന്തര മന്ത്രാലയം. മേഖലയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഉന്നത ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലാണ് പുതിയ ആനുകൂല്യത്തിന് വഴി തുറന്നത്. സൗദിയിൽ ഉംറ വിസ, ട്രാൻസിറ്റ് വിസ, സന്ദർശക വിസ എന്നിവയിലെത്തി ഫെബ്രുവരി 25-ന് വിസയുടെ കാലാവധി അവസാനിച്ചവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം. സൗദിയിൽ മലിനജല പൈപ്പ് ലൈൻ വൃത്തിയാക്കുന്നതിന് ഉപയോഗിച്ച ആസിഡ് ശ്വസിച്ച് മലയാളി റിയാദിൽ മരിച്ചു. റിയാദ് അസീസിയിൽ താമസിക്കുന്ന മലപ്പുറം വേങ്ങര നെടുമ്പറമ്പ് സ്വദേശി കാങ്കടക്കടവൻ ഇസ്മായിലാണ് റിയാദ് അൽ ഈമാൻ ആശുപത്രിയിൽ മരിച്ചത്. താമസിക്കുന്ന ഫ്ളാറ്റിൽ മലിനജല പൈപ്പ് ലൈൻ ശുദ്ധീകരിക്കുന്നതിന് ആസിഡ് ഒഴിച്ചിരുന്നു. ഇതറിയാതെ ബാത്റൂമിൽ പോയതായിരുന്നു ഇസ്മായിൽ. ബാത്റൂമിൽ വെച്ച് ബോധരഹിതനായ ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുവൈറ്റിൽ എയർലൈനുകൾ, ട്രാവൽ, ടൂറിസം ഏജൻസികൾ എന്നിവയുമായി ബന്ധപ്പെട്ട യാത്രക്കാരുടെ പരാതികൾ സഹൽ ആപ്പ് വഴി സമർപ്പിക്കണമെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ. പ്ലാറ്റ്ഫോമിൽ വിവരിച്ചിരിക്കുന്ന ഘട്ടങ്ങൾ പാലിച്ച് ആവശ്യമായ രേഖകൾക്കൊപ്പമാണ് പരാതി സമർപ്പിക്കേണ്ടത്. പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ പരാതികൾ ഉടനടി അവലോകനം ചെയ്യുകയും ഉയർന്ന നിലവാരമുള്ള സേവനം ഉറപ്പാക്കുകയും ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. റിയാദ് ഗൾഫ് മലയാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ചെറിയ പെരുന്നാൾ ദിനത്തിൽ മരുഭൂമിയിലെ ഇടയ സഹോദരങ്ങൾക്കായി ഈദ് സ്നേഹ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മരുഭൂമിയിലെ അകത്തളങ്ങളിൽ കൂടാരങ്ങളിൽ താമസിച്ച് ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കുന്ന 60ഓളം വരുന്ന തൊഴിലാളികളെ സന്ദർശിച്ച പ്രവർത്തകർ അവർക്ക് പെരുന്നാൾ ആശംസകൾ നേരുകയും മധുര പലഹാരങ്ങളും സ്നേഹ സമ്മാനങ്ങളും കൈമാറുകയും ചെയ്തു. GMF ചെയർമാൻ റാഫി പാങ്ങോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ സജീർ പെരുമ്പളം, സനിൽകുമാർ, ഷബീർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നാസിർ കുന്നിൽ, അഫ്സൽ കണ്ണൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പള്ളിത്തർക്കത്തിൽ ഓർത്തഡോക്സ് സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ. ഇനിയും സഭാതർക്കം വാർത്തകളിലെ തലക്കെട്ടാകരുത്, സഹോദരങ്ങളെപ്പോലെ ജീവിക്കണമെന്നും ജോസഫ് ബാവ അഭിപ്രായപ്പെട്ടു. അതേസമയം തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾക്ക് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
പള്ളിത്തർക്കത്തിൽ ഓർത്തഡോക്സ് സഭയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് ജോസഫ് ബാവ. എല്ലാം അവസാനിപ്പിക്കണം. രണ്ട് സഭകളുടെയും അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് യോജിക്കാവുന്ന മേഖലകളിലെല്ലാം യോജിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയതിനു പിന്നാലെയാണ് ബാവയുടെ പ്രതികരണം. അങ്ങനെ ഒരു നിലപാടെടുത്തതിന് ശേഷമാണ് ഈ 6 പള്ളികളുടെ കോടതി വിധി നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെതിരെയും ചീഫ് സെക്രട്ടറിക്കും കളക്ടർമാർക്കെതിരെ കേസ് വന്നിരിക്കുന്നത്. അവിടെ ഗവൺമെന്റ് ഒരു നിലപാടെടുത്ത് സുപ്രീം കോടതിയിൽ പോയി. നല്ല കാര്യമാണ് ഗവൺമെന്റ് ചെയ്തത്. അതുകൊണ്ട് ഒരു പുതിയ ഒരു റീഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഒക്കേഷൻ ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമ്മൾ മറച്ചു വയ്ക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾക്ക് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാമെന്നും ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ വ്യക്തമാക്കി. എല്ലാ പാർട്ടികളിലും സഭാവിശ്വാസികളുണ്ട്. യാക്കോബായക്കാർ LDFിലും UDFിലും NDAയിലും സ്ഥാനാർത്ഥികളായുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറയുന്നത് ശരിയല്ല എന്നും ബാവ പറഞ്ഞു. മുഖ്യമന്ത്രി സഭയ്ക്ക് ഒരു ആശ്വാസമുണ്ടാകും, സഭയുടെ അസ്തിത്വം നിലനിർത്തും എന്നാണ് ഇവിടെ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നിയമനിർമ്മാണം നടത്താമെന്നിവിടെ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കണില്ല. പക്ഷേ സഭയെ അദ്ദേഹം കരുതലോടുകൂടിയാണ് സഭയുടെ കാര്യത്തിൽ സംസാരിച്ചിട്ടുള്ളതും സഭയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ സംരക്ഷിക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സഭാ തർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആശ്വാസമായി. എന്നാൽ നിയമനിർമ്മാണം നടത്താത്തതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. സഭാ തർക്കം പരിഹരിക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഇടപെടൽ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും ബാവ പ്രതികരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. കേരളത്തിൽ ചൂട് കഠിനമാകുന്നു. സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ വരെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. ഉയർന്ന താപനിലയും അന്തരീക്ഷത്തിലെ ഈർപ്പവും ചേരുന്നതിനാൽ മലയോര മേഖലകളിൽ ഒഴികെ എല്ലായിടത്തും കടുത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ദാഹം തോന്നിയില്ലെങ്കിലും നിർജ്ജലീകരണമുണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നിവ പകൽ സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകളും കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. മാർക്കറ്റുകൾ, മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ തീപിടുത്ത സാധ്യത കൂടുതലായതിനാൽ ജാഗ്രത പാലിക്കണം. കാട്ടുതീ പടരാതിരിക്കാൻ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വേദനയില്ലാത്ത ലോകത്തേക്ക് മടങ്ങുമ്പോൾ മറ്റൊരാൾക്ക് പുതുവെളിച്ചം നൽകി ഹരീഷ് റാണ. രാജ്യത്ത് ആദ്യമായി ദയാവധത്തിന് വിധേയനായ ഹരീഷ് റാണയുടെ കോർണിയ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനം ചെയ്തു. ഹരീഷ് റാണയുടെ സംസ്കാര ചടങ്ങുകൾ ഡൽഹിയിൽ നടന്നു. അവയവദാനത്തിലൂടെ മറ്റൊരാൾക്ക് പുതുജീവൻ നൽകിയാണ് ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ ദയാവധത്തിന് വിധേയനായ ഹരീഷ് റാണയുടെ മടക്കം. 32 വയസ്സുള്ള ഹരീഷ് റാണയുടെ ഹൃദയ വാൽവുകളും കോർണിയയുമാണ് ദാനം ചെയ്തത്. അവയവദാനത്തിന് കുടുംബം നേരത്തെ തന്നെ സമ്മതം അറിയിച്ചിരുന്നു. ഡൽഹി ഗ്രീൻ പാർക്ക് ശ്മശാനത്തിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നിരവധി പേർ പങ്കെടുത്തു. വിവിധ ഘട്ടങ്ങളിലായി ജീവൻ രക്ഷാ യന്ത്രങ്ങൾ നീക്കം ചെയ്ത ശേഷം ഇന്നലെയാണ് ഹരീഷിന്റെ മരണം എയിംസ് അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 2013 കെട്ടിടത്തിൽ നിന്ന് വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഹരീഷ് റാണ 13 വർഷമായി കോമയിൽ കഴിയുകയായിരുന്നു. ഹരീഷിന്റെ മാതാപിതാക്കളുടെ അപേക്ഷ പരിഗണിച്ചായിരുന്നു സുപ്രീം കോടതി ദയാവധത്തിന് അനുമതി നൽകിയത്. അന്തസ്സായി മരിക്കാനുള്ള അവകാശം ഏതൊരു പൗരനുമുണ്ട് എന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ നിർണായക വിധി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ലിവർപൂൾ FCയുടെ ഇതിഹാസ താരം മുഹമ്മദ് സല 9 വർഷം നീണ്ട കരിയറിന് ശേഷം ഈ സീസണിനൊടുവിൽ ക്ലബ്ബ് വിടുന്നതായി പ്രഖ്യാപിച്ചു. 2017 ലിവർപൂളിലെത്തിയ സല ക്ലബിനായി 255 ഗോളുകൾ നേടിയിട്ടുണ്ട്. ടീമിന് ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ 8 പ്രധാന കിരീടങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശേഷമാണ് താരത്തിൽ ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ സീസൺ അവസാനത്തോടെ പടിയിറങ്ങുകയാണെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് സല പ്രഖ്യാപനം നടത്തിയത്. സല ക്ലബ്ബ് വിടുന്ന കാര്യം ലിവർപൂൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.